എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ഒരു ചെറിയ മെഷീനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ മെഷീൻ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ മെഷീൻ്റെ പ്രശ്നം ഇതിൻ്റെ ആ നീഡിൽ സ്റ്റക്കായി പോയതായിരുന്നു. ആ നീഡിൽ ഈ കേസിൽ നല്ല ഫ്രീ ആയിട്ട് നീങ്ങണം. അതിൻ്റെ അവിടെ തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടു. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ മെഷീൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രാൻസ്ഫോർമറാണ്. ഇതിൻ്റെ ആ ട്രാൻസ്ഫോർമറിൻ്റെ മുകൾ ഭാഗം കോറ് അകന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതിൽ നല്ല വൈബ്രേഷൻ ഉണ്ടാകും. ഈ വൈബ്രേഷൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമാണ് നമ്മളിതിൽ പെയിൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഈ മെഷീൻ്റെ ആ പുറകിലൊരു നോബ് ഉണ്ടാവും, അത് തിരിക്കുമ്പോൾ ഇതിൻ്റെ ആ കോറിൻ്റെ ആ ഭാഗം അടുപ്പിക്കാനോ അമർത്താനും കഴിയും. അതിലൂടെ നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനും കഴിയും.
ഈ മെഷീൻ നമ്മൾ ഉപയോഗിച്ച ശേഷം ഇതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ എല്ലാം തുരുമ്പെടുത്ത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ പെയിൻറ്റ് വലിച്ചെടുക്കുന്ന ഭാഗം. അവിടെ ഒരു ചെറിയ നെറ്റ് പോലെയുണ്ട്. കരട് കുടുങ്ങി ഇതിൻ്റെ നീഡിൽ സ്റ്റക്കാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.